ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നോട് ഇവിടെ കേറി പോരുതെന്നല്ലേ പറഞ്ഞത്? ഞാൻ പിന്നെ എങ്ങോട്ട് പോണേ? അമ്മയോ? ഏതമ്മയാടാ? രാഘവേട്ട, ഭക്ഷണം കഴിക്കണ്ടേ? തീരെ വിശപ്പില്ല ഭാമേ. അതിന് വിശപ്പ് വരാതിരിക്കാൻ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. അതൊക്കെ കഴിക്കാന്നേ. നീ ഇവിടെ ഇരിക്കും. കുറച്ചു നേരം ഈ തണുത്ത കാറ്റും കൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. രാഘവേട്ട, നല്ല തണുപ്പുണ്ട്. വല്ല അസുഖം പിടിപ്പിക്കാതെ അകത്ത് വന്ന് കിടക്ക്. നീ വാ, ഇവിടെ ഇരി, പറയട്ടെ. രാഘവേട്ട, ഇത് ഇരിക്കു ഭാമേ. എന്താ രാഘവേട്ടന് പറയാനുള്ളത്? ഭാമേ, നീ ഓർക്കുന്നുണ്ടോ നമ്മുടെ ആ പഴയ വീട്? ആ ലേലം ചെയ്ത് പോയി വീടല്ല, അതിനു മുമ്പേ 2 മുറി അടുക്കളയായിട്ട് വെച്ച വീട്. അതിന്റെ പടിഞ്ഞാറേ മുറ്റത്ത് പായില് വൈകുന്നേരങ്ങളില് നമ്മൾ കാറ്റുകൊള്ളായിരിക്കുന്ന ഓർക്കുന്നുണ്ടോ? വിഷ്ണു എന്ന കൈക്കുഞ്ഞ അവനെ കാറ്റുകൊള്ളിക്കാനായിട്ടിരിക്കുന്നതാ. പിന്നെ നമ്മൾ ആ ഇരിപ്പങ്ങ് ശീലമാക്കി. ആ തണുത്ത കാറ്റ്, പടിഞ്ഞാറൻ കാറ്റ് കൊണ്ടുള്ള ആ ഇരിപ്പും നമ്മുടെ വർത്തമാനങ്ങളും ഭാവിയിലേക്കുള്ള സ്വപ്നം കാണലും എല്ലാം ഇപ്പോ ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മയിലേക്ക് വരുവാ. പിന്നെ അപ്പോഴേ താനെന്ന് എന്റെ ഈ ചുമലിൽ തലചാച്ചിട്ട് പറയും, മരണത്തിനു പോലും എന്നെ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കൂല എന്ന്. എന്തൊക്കെയാ രാഘവേട്ടനെ പറഞ്ഞു ഒപ്പിക്കുന്നത്? പഴംപുരാണം പറയാൻ പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കൂന്ന്. ഞാൻ പറഞ്ഞ ശരിയല്ലേ ഭാമേ? ഓർമ്മയില്ലാതുള്ള ഈ പോക്കേ ഒന്നുകിൽ ഏതെങ്കിലും ഒരു വണ്ടിയുടെ അടിയിൽപ്പെടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കായൽ തീരത്ത്. ഈ അസുഖം എന്നെ കൊണ്ട് എത്തിക്കുന്നത് അവിടെ എവിടെങ്കിലും ആയിരിക്കുന്നേ. എന്തായാലും വീട്ടിൽ കിടന്നൊന്നും ആയിരിക്കത്തില്ല, അതുറപ്പാ. മരണം വരെ കാര്യങ്ങൾ തീരുമാനിച്ചെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ അങ്ങ് തീരുമാനിച്ചുകൂടായിരുന്നോ? ഇല്ലേ? ചിതയ്ക്ക് തീ കൊളുത്തണ്ടേ? കർമ്മങ്ങളൊന്നും ചെയ്യണ്ടേ? അതും കൂടി പറയാത്തത് എന്താ? ഒരേ ഒരു മകനല്ലേ ഉള്ളൂ, അവൻ വരൂന്ന് കരുതിയോ? നാട് മുഴുവൻ പോലീസ് തെരഞ്ഞു കിടക്കുന്ന മകൻ എങ്ങനെ വന്ന് കർമ്മം ചെയ്യും? അപ്പൊ പറഞ്ഞു വരുമ്പോഴേ അതിനും യോഗമില്ല. എന്താ രാഘവേട്ട ഇത്? പറഞ്ഞു പറഞ്ഞു കാട് കയറല്ലേ? രാഘവേട്ട അസുഖേ ലോകത്ത് ആർക്കും വരാത്ത മഹാമാരിയൊന്നും അല്ലല്ലോ. ചികിത്സിച്ച ഭേദമാകുന്ന അസുഖമാണെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? അതിനുള്ള വഴി പറഞ്ഞു തന്നില്ലേ? വഴി മാത്രം പോരല്ലോ ഭാമേ, അതിനുള്ള മാർഗം കൂടി നമുക്ക് വേണ്ടേ? മാർഗമൊക്കെ സർവേശ്വരൻ ഉണ്ടാക്കി തരും രാഘവേട്ട. കൂടെ ഞാനില്ലേ? ഇപ്പൊ അതും ചിന്തിച്ചിരിക്കാതെ എണീക്ക്, എന്നിട്ട് ഭക്ഷണം കഴിക്ക്. വാ. വാ. നിന്നോട് ഇവിടെ കേറി പോരുതെന്നല്ലേ പറഞ്ഞത്? ഞാൻ പിന്നെ എങ്ങോട്ട് പോണേ? അമ്മയോ? ഏതമ്മയാടാ? അമ്മ കണ്ട കള്ളച്ചാരായം വിൽക്കുന്നവനൊന്നും എന്നെ അമ്മയെന്ന് വിളിക്കാൻ സമ്മതിക്കില്ല. ഭാമേ, നീ കൂടി പോകുന്നുണ്ട്. രാഘവേട്ട, ചതി എങ്ങനെ ഇവന് മാത്രം പറ്റുന്നത്? ചതി ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ വേണ്ടി ഇവൻ നിന്നു കൊടുത്തിട്ടല്ലേ? നമ്മളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ശക്തിയോടെ തിരിച്ചടിക്കാൻ കെൽപ്പുണ്ടാവണം. രാഘവേട്ട, മക്കളെന്നും എവിടെയും ജയിച്ചു കാണാനാ അമ്മമാർ ആഗ്രഹിക്കുന്നത്. തോക്കുന്ന മക്കളെ ഈ സത്യഭാമയ്ക്ക് വേണ്ട. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോ സ്ലേറ്റിന് അടിയേറ്റ വന്ന ഇവനെ പിറ്റേന്ന് 2 സ്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട്
ഒന്ന് അടിച്ചവനെ തിരിച്ചടിക്കാനാണെന്ന് പറഞ്ഞു വിട്ടവളാ ഈ സത്യഭാമ. പരാജയപ്പെട്ട് വന്ന് നിൽക്കുന്ന ഇവൻ എനിക്ക് കാണണ്ട. എനിക്ക് കാണണ്ട. ഈ വീട്ടിൽ കയറാൻ വേണ്ട. കടന്നു പോകാൻ പറ ഇവനോട് എന്റെ മുന്നിൽ നിന്ന്. അമ്മ ഒന്ന് നിന്നേ. തിരിച്ചു പോവാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ. അമ്മയുടെ ഈ മുമ്പിലേക്ക് വന്നതും ഒരു കുറ്റവാളിയായിട്ടുള്ള വിഷ്ണുവായിട്ടല്ല. അങ്ങനെ വരാൻ കഴിയാത്തോണ്ടാ ഇത്രയും ദിവസം ഞാൻ ഇവിടുന്ന് മാറിയുന്നതും. എന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടാ ഞാനിപ്പോ അമ്മയുടെ അച്ഛൻ ഈ മുന്നിൽ വന്ന് നിൽക്കുന്നേ. ഇനി എന്റെ പിന്നാലെ ഒരു പോലീസും വരില്ല. പക്ഷെ ചെയ്തവരെ മാത്രമേ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ജയിച്ചവര് പുറത്ത് നിൽക്കുക അടുത്ത ചതിയും കൊണ്ട്. ചതിക്കപ്പെടാൻ നിന്നുകൊടുത്ത വീണ്ടും വീണ്ടും ചതിയിലേക്ക് പോയി ചാടും. ഇനി വിഷ്ണുവിന്റെ പോക്കും അങ്ങനെ തന്നെയാ. ചതി പ്രതീക്ഷിച്ച് ഓരോ അടി മുന്നോട്ട് വെക്കോ. സുസ്മിത അവള് നമ്മളെ തേർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കാളകൂടെ വിഷം തന്നെയാ. ഇത്രയൊക്കെ ദുരിതങ്ങൾ തന്നിട്ടും അവളുടെ പക തീരുന്നില്ലല്ലോ നോക്കുമ്പോഴാ. ഈ പെണ്ണൊരുമ്പെട്ട ബ്രഹ്മനും തടുക്കാൻ പറ്റില്ലെന്ന് ഒരു ചൊല്ലുണ്ട്. അവളുടെ കാര്യത്തിൽ അത് ശരി തന്നെ. നമുക്ക് നോക്കാം. ഭാമേ, എന്നാ പിന്നെ കഴിക്കാൻ തോച്ച എടുത്തു വയ്ക്ക്. ഞാനും നമ്മുടെ മോനോടെ കഴിച്ചേക്കാം. ഓ അത് ശരി. ഇത്രയും നേരം ഞാൻ വിളിച്ചതൊക്കെ വെറുതെ. മകൻ വന്നപ്പോ ഇല്ലാത്ത വിശപ്പൊക്കെ ഇപ്പൊ ഉണ്ടാവുകയും ചെയ്തു. വിശപ്പുണ്ടായിട്ടല്ല, ദാ ഇവന്റെ കൂടെ ഇരിക്കാലോ. എത്ര നാളായി സമാധാനപരമായിട്ട് ഞങ്ങളൊന്ന് ഒന്നിച്ചിരുന്നിട്ട്. അല്ലേടാ മോനെ?